ആദ്യം തന്നെ ശ്രീകണ്ഠൻ നായർ സാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്താണാവൂ? റേഡിയോ മുതൽ ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങോട്ട് താങ്കളുടെ അല്ലെങ്കിൽ സാറിൻ്റെ ആ ഒരു എനർജി നമുക്കെല്ലാവർക്കും കിട്ടണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള പല മീഡിയയിലുള്ള ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്കും രാവിലെ എത്തേണ്ടി വരികയാണ് സാറിൻ്റെ ചുറുചുറുക്ക് കാരണം, ബാക്കിയുള്ള ചാനൽസിലെ ആൾക്കാർക്കും സ്റ്റുഡിയോയിലേക്ക് നേരത്തെ എത്തേണ്ടി വരികയാണെന്നുള്ള രീതിയിൽ തന്നെ കമൻസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ഒരു ബിഗ് സല്യൂട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, താങ്ക് യു ശരത്തെ. അങ്ങനെയൊന്നുമില്ല ശരത്തെ, ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ഓരോ പെടാപ്പാട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരമ്പരയെ കുറിച്ച് പറഞ്ഞാൽ വീട്ടിലെ വിളക്കിൽ തെളിയോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീട്ടിലെ വിളക്കിലെ രണ്ട് താരങ്ങളാണ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും. ഞാൻ സ്നിഷ അടുത്ത് നിൽപ്പുണ്ട്. സ്നിഷയാണ് ഇതിൻ്റെ ഹീറോയിൻ. ഞാൻ സ്നിഷയെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിലെ ഒരു കുഞ്ഞു വിളക്കാണ്. ചേട്ടനാണ്. കഥാപാത്രത്തിൻ്റെ പേര് ചേട്ടനാണ്. വിനയചന്ദ്രൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. വിസ്മയെക്കുറിച്ച് വിസ്മയ കൂടുതലായിട്ട് പറയും. അപ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സാധാരണ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു ചെറുപ്പക്കാർ ചെയ്യുന്ന ആ കാര്യം തന്നെയാണ്. വീട്ടിലെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിചാരിതമായ പല സംഭവങ്ങളും സംഭവിക്കുമ്പോൾ, ആ കഥ ഞാൻ പുറത്തേക്ക് പറയുന്നില്ല, അങ്ങനെ സംഭവിക്കുമ്പോൾ വീട്ടിലെ വിളക്കായി ഉദിച്ചു വരുന്ന ആളാണ് വിസ്മയ.